ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു മലയിലേക്കാണ്. ചെറിയൊരു മഴയൊക്കെ നനഞ്ഞ് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമുക്കൊന്ന് വന്നാലോ? തിരുവനന്തപുരം ജില്ലയിലെ പോത്തങ്കോടിനടുത്തുള്ള ചേങ്കോട്ടുകോണം എന്ന് പറയുന്ന സ്ഥലത്തുള്ള മടവൂർ പാറയിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. പോത്തങ്കോട് നിന്നും ശ്രീകാര്യം ചെമ്പഴന്തിയിലേക്ക് പോകുന്ന ബസ്സിൽ കയറിയാണ് ഞാനിപ്പോൾ ഇവിടെ എത്തിയത്. നമുക്കിനി നേരെ ഈ കാണുന്ന വഴിയെ പാറയിലേക്ക് പോകാം. പാറ മാത്രമല്ല കേട്ടോ ഉള്ളത്, ഇവിടെ ഒരു 1000 വർഷം പഴക്കമുള്ളൊരു ഗുഹാക്ഷേത്രമുണ്ട്. നമ്മൾ ആദ്യം പോകുന്നത് അവിടേക്കാണ്. ബസ് ഇറങ്ങി കുറച്ചു ദൂരം മുൻപോട്ട് വന്നപ്പോഴേക്കും ക്ഷേത്രത്തിൻ്റെ മുൻവശം കാണുവാൻ കഴിഞ്ഞു. ഈ കാണുന്ന പടിക്കെട്ടുകൾ കയറി വേണം അമ്പലത്തിലേക്ക് പോകുവാൻ. വളരെ മനോഹരമായി പടിക്കെട്ടുകൾ സൂക്ഷിച്ചിരിക്കുന്നു. താഴെ നിന്നും മുകളിലേക്ക് നോക്കുമ്പോൾ അമ്പലത്തിലെ പാട്ടും പിന്നെ ആ ക്ഷേത്രത്തിൻ്റെ ചെറിയൊരു ഭാഗമൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. നേരെ കാണുന്ന ആ പാറയിലാണ് അമ്പലമുള്ളത്. പടികൾ കയറി അമ്പലത്തിന് മുമ്പിലെത്തി. ഈ കാണുന്ന പാറയിൽ ഈ ഒരു അമ്പലം കൊത്തിവെച്ചിരിക്കുന്നതെന്ന് പറയുമ്പോൾ ഒരു അത്ഭുത കാര്യം തന്നെയാണ്. ഈ പുള്ളിക്കാരൻ സ്റ്റെപ്പ് ഇറങ്ങി വരുന്നത് നോക്കൂ. വളരെ മനോഹരമായിട്ടാണ് ഈ പടികൾ കൊത്തിവെച്ചിരിക്കുന്നത്. കല്ലിൽ തീർത്ത 33 പടികളാണ് ഇവിടെയുള്ളത്. ഞാനും പതിയെ പടികൾ കയറി. പാറ തുറന്നുണ്ടാക്കിയ പ്രാചീന ഗുഹാക്ഷേത്രമാണിത്. ഇതൊരു ശിവക്ഷേത്രമാണ്. ചേങ്കോട്ടുകോണം ആശ്രമത്തിൻ്റെ അധീനതയിലാണ് ഈ ക്ഷേത്രം ഉള്ളത്. ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മിതിയിൽ പുറത്തുനിന്നും ഒരു കല്ല് പോലും കൊണ്ടുവന്നിട്ടില്ല. മുഴുവനും പാറ തുറന്നുണ്ടാക്കിയതാണ്. മുകളിലെത്തുമ്പോൾ കുറച്ചു പേർക്ക് നിന്ന് തൊഴുവാൻ പാകത്തിന് തറയിൽ തന്നെ ഒരു നിരപ്പ് സൃഷ്ടിച്ചിരിക്കുന്നു. വളരെ അപൂർവമായാണ് ഇത്തരം ക്ഷേത്രങ്ങൾ കേരളത്തിൽ കാണുന്നത്. ഇതെനിക്കൊരു അത്ഭുതമായി തോന്നി. എല്ലാവരും വന്ന് കാണേണ്ട ഒരു ക്ഷേത്രം തന്നെയാണിത് എന്തായാലും. ഇനി നമുക്കിവിടുത്തെ പാറയുടെ മുകളിലൊന്ന് കയറിയാലോ? വന്ന വഴിയെ തന്നെ തിരിച്ച് നടക്കുമ്പോൾ നമുക്ക് ഇതുപോലൊരു കട കാണാം. ഈ കടയുടെ സൈഡിൽ കൂടി ഇതുപോലൊരു സ്റ്റെപ്പും. ഈ സ്റ്റെപ്പ് കയറി വേണം നമുക്ക് പോകാൻ. ഈ സ്റ്റെപ്പ് കയറി വന്ന് ഈ ഗേറ്റ് തുറന്ന് അതിനകത്ത് ചെല്ലുമ്പോൾ നമുക്ക് ഒരു വാച്ച് ഹൗസ് കാണാം. ഇവിടെ നമ്മുടെ ആധാർ കാർഡും ഡീറ്റെയിൽസും ഒക്കെ കൊടുക്കണം. എന്നാലും മാത്രമേ ഇവർ നമ്മളെ മുകളിലോട്ട് വിടത്തുള്ളൂ. ഈ ഒരു ഫ്രെയിം നോക്കിക്കേ. പാറക്കല്ലുകൾ തറയിൽ നിരത്തിയ വളരെ മനോഹരമായ ഒരു വഴി. സൈഡിൽ പാറക്കല്ലും തറയിലെ ആ പാറക്കല്ലും മരങ്ങളും പച്ചപ്പും പാറയിൽ കൂടി ഒഴുകുന്ന വെള്ളവും എല്ലാം കൂടെ ഒരു പ്രത്യേക ഭംഗിയാണ് ഈ ഒരു വഴിക്കെന്ന് എനിക്ക് തോന്നി. മലയുടെ മുകളിലേക്ക് കയറുവാൻ ഇതുപോലൊരു വടം അവർ കെട്ടിയിട്ടിട്ടുണ്ട്. ഞാനും ഈ വടത്തിൽ പിടിച്ച് മുകളിലോട്ട് കയറി. ഇതെന്തായാലും വളരെ ഉപയോഗകരമാണ്. കാര്യം മഴയൊക്കെ ഉള്ളപ്പോൾ നല്ല തെറ്റലുണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ പിടിച്ചു പോകുന്നവർ വളരെ ശ്രദ്ധിക്കണം. കുറച്ച് മുൻപിലോട്ട് വന്നപ്പോൾ തന്നെ പാറയുടെ ഒരു വശത്തെ കാഴ്ചകൾ കാണുവാൻ തുടങ്ങി. കുറച്ചു പേർ അവിടെ മുകളിലായി അങ്ങിങ്ങ് നിൽക്കുന്നു. വളരെ മനോഹരമായ സ്ഥലം. എന്താല്ലേ പച്ചപ്പ്! ചുറ്റിനും തെങ്ങുകളും ഒരുപാട് മരങ്ങളും എല്ലാം കൊണ്ട് പച്ച പണിഞ്ഞ് നിൽക്കുന്നു. മുകളിലേക്ക് കയറും തോറും സ്ഥലത്തിൻ്റെ കാഴ്ച കൂടുതൽ കാണുവാൻ തുടങ്ങി. ഈ ഒരു പാറ നോക്കിക്കേ. ഒരു പിരമിഡിൻ്റെയൊക്കെ ഷേപ്പിലുള്ളൊരു പാറ. എനിക്കിത് കണ്ടപ്പോൾ തോന്നിയത് താഴോട്ട് ഉരുണ്ട് വീഴത്തില്ലേ എന്നാണ്. കാര്യം അതുപോലെ ഒരു ചരിവിലാണ് ഈ പാറ ഇരിക്കുന്നത്. ഈ ഒരു ചെടി എത്ര പേർ കണ്ടിട്ടുണ്ട്? ഇതാണ് കാട്ടുമുല്ല. ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ഇത് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത് വളരെ അപൂർവമായിട്ടേ കാണാറുള്ളൂ. എന്തായാലും ഇത് കണ്ടിട്ടുള്ളവർ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ഇട്ടേക്കണേ. ഈ കാണുന്ന ചെടിയാണ് കലംപൊട്ടി. അതുപോലെ അതിരാണി, കദളി എന്നൊക്കെ ഇതിന് പേരുണ്ട്. ഇതിൻ്റെ ഇലകൾ മുറിവിനൊക്കെ മരുന്നായി ഉപയോഗിക്കുന്നു. കേരളത്തിലെ ചതുപ്പുകളിലും മലനിരകളിലുമൊക്കെ പൊതുവായി ഈ ചെടി കണ്ടുവരുന്നു. ഞാൻ ഈ മലയുടെ മുകളിലേക്ക് കുറച്ച് നടന്നു വന്നു. തിരുവനന്തപുരം സിറ്റിയുടെ വളരെ മനോഹരമായ ഒരു കാഴ്ച നമുക്കിവിടെ നിന്ന് നോക്കിയാൽ കാണാൻ കഴിയും. ശ്രീകാര്യം, കഴക്കൂട്ടം, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ, ചെമ്പഴന്തി മുതലായ സ്ഥലങ്ങൾ നമുക്കിവിടെ നിന്ന് കാണാം. ഈ ഒരു മലയുടെ മുകളിൽ ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ടിരിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീലുണ്ടല്ലോ, പറയാതിരിക്കാൻ വയ്യ. ഇതിൻ്റെ ഒരു ചെറിയ മഴയൊക്കെ ആയാലോ. മലയുടെ മുകളിൽ നിൽക്കുമ്പോൾ മഴയൊക്കെ പെയ്ത് നനഞ്ഞ് നിൽക്കുക എന്ന് പറയുന്ന ഒരു പ്രത്യേക സുഖമുള്ള കാര്യം തന്നെയാണ്. നമുക്ക് ആ കാഴ്ചകൾ കൂടി ഒന്ന് കണ്ടിട്ട് വന്നാലോ.
അതുപോലെ തന്നെ എനിക്കിവിടെ വന്നപ്പോൾ മനസ്സിലായ മറ്റൊരു കാര്യമുണ്ട്. ഈ പാറയിലേക്ക് കയറി വരാൻ 2 എൻട്രൻസ് ഉണ്ട്. ഇത് മറ്റൊരു ഭാഗമാണ്. ഇവിടേക്ക് വരുവാൻ നമ്മൾ ചാരുമൂട് റോഡ് അല്ലെങ്കിൽ ശ്രീകാര്യത്തോട്ട് പോകുന്ന റോഡിൽ നിന്നും വേറൊരു വഴിയെ തിരിഞ്ഞു വരണം. എനിക്ക് റൂട്ട് കറക്റ്റ് പറഞ്ഞു തരാൻ അറിയില്ല. അതുകൊണ്ട് എല്ലാവരും ഗൂഗിൾ മാപ്പിൽ നോക്കിയാൽ മനസ്സിലാകും. ചെറിയൊരു മഴയൊക്കെ പെയ്ത് തോന്നിട്ട് ഇവിടെ വന്ന് നിന്നപ്പോൾ ഒരു പ്രത്യേക ആംബിയൻസ് ആയിരുന്നു. ഈ മരക്കൂട്ടങ്ങൾക്കിടയിൽ നിൽക്കുമ്പോൾ ഇവിടുത്തെ ആ ഒരു ഇരുട്ടും എന്താ പറയുക, ഒരു പ്രത്യേക ഒരു വനത്തിനകത്തൊക്കെ നിന്ന് നമ്മൾ നിൽക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീലില്ലേ, അതായിരുന്നു എനിക്കിപ്പോൾ ഇവിടെ നിന്നപ്പോൾ കിട്ടിയത്. ഇവിടെ കുട്ടികൾക്കൊക്കെ കളിക്കാനായിട്ട് ചെറിയ പാർക്കുണ്ട്. വളരെ മനോഹരമായി വൃത്തിയായി ഈ പാർക്ക് സൂക്ഷിച്ചിരിക്കുന്നു. ഇവിടെ നിന്നും പയ്യെ മടങ്ങുവാൻ തീരുമാനിച്ചു. കാരണം മഴ മാറി നിൽക്കുന്നുണ്ടെങ്കിലും നല്ല മഴക്കോളുണ്ട്. കയ്യിൽ കുടയില്ല. അതുകൊണ്ട് തന്നെ നല്ല മഴ പെയ്താൽ പണി കിട്ടും. ഞാനിപ്പോൾ ബസ് സ്റ്റോപ്പിലെത്തി. വളരെ ശക്തിയായി തന്നെ മഴ പെയ്യാൻ തുടങ്ങി. കയ്യിലാണെങ്കിൽ കുടയില്ല. നനഞ്ഞുകൊണ്ടാണ് വീഡിയോ എടുക്കുന്നത്. ഈ ഒരു വീഡിയോ ഞാനിവിടെ വെച്ച് നിർത്തുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുവാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി അറിയിക്കുവാനും മറക്കരുത്. അപ്പോൾ എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.